സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കിടന്ന പമ്പെന്ന് ഞങ്ങൾ രാവിലെ എണീറ്റ് പോകാനുള്ള കാരണം വെച്ചാൽ അവിടെ നമ്മൾ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൈപ്പിൽ വെള്ളം കുറവായിരുന്നു. ഉള്ള വെള്ളത്തിൽ ഞങ്ങൾ കുളിച്ചു, ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഴ നനഞ്ഞിട്ട് നമ്മളെ കുറച്ച് ഭാഗങ്ങൾ നനഞ്ഞിരുന്നു, ഷീറ്റ് കാര്യങ്ങളൊക്കെ നനഞ്ഞിരുന്നു, അതൊക്കെ ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇന്നലെ കിടന്ന സ്ഥലത്ത് നിന്ന് നമ്മളൊരു 10 കിലോമീറ്റർ കൂടെ പോകുന്നുണ്ട്. അവിടെ മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് രാവിലത്തെ ഷൂട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഔറംഗാബാദിലേക്ക് കടന്നിട്ടോ. ഔറംഗാബാദിലേക്ക് ഇവിടുന്ന് നമ്മൾ സിഗ്നൽ പോസ്റ്റ് കണ്ടത്, ബോർഡ് കണ്ടത് 14 കിലോമീറ്റർ ആണ്. അപ്പോൾ ആ 14 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്ത് ഇനി നമുക്ക് രാവിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി കിടക്കാം. ഓക്കെ, അപ്പോൾ ഭക്ഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്താണോ രാവിലെ ഇതെന്താണ് ഋഷി സംഭവം? നൂഡിൽസ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഭക്ഷണമാണ്. നമ്മളെ കാറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് സംഘടിപ്പിച്ചു. നമ്മൾ അവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ കേട്ടോ, അതിന്റെ ബോക്സ് ആണ്. അതെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് സാധനങ്ങൾ. നൂഡിൽസ് ഇവിടുന്ന് വാങ്ങിയതാണ്. നൂഡിൽസ് ആണോ പേരെന്ന് അറിയില്ല കേട്ടോ. അതെ 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 അതെ, സംഭവം ഇതാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇത് ചൈനീസ് നമ്മളതല്ല കേട്ടോ. അതൊക്കെ ഇവിടുത്തെ പ്രൊഡക്റ്റ് ആക്കി ചൈനീസ് കൊടുക്കുന്നുണ്ടാവുള്ളൂ. അറിയില്ല കേട്ടോ, പ്രേക്ഷകര് പറയട്ടെ. അല്ല വേറെന്തൊക്കെയാ? വേറെന്താ, ഇപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ നമുക്ക് കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുവിധം നമുക്ക് അനുകൂലമായ കാലാവസ്ഥയാണ്. കറി ഉച്ചക്കത്തേക്ക് ഇന്നലത്തെ കറി കുറച്ചുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഉച്ചക്ക് എന്താണ്? ഉച്ചക്കത്തേക്ക് നമുക്ക് കുറച്ച് പറ്റുകയാണെങ്കിൽ കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് ഉണ്ടാക്കിയാലെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. അതെ, പരിപ്പ് ഇപ്പൊ ഉപയോഗിക്കണോ? നൂഡിൽസ് റെഡിയായോ? നൂഡിൽസ് റെഡിയായി, പക്ഷെ നമ്മളവിടുത്തെ കളറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ മുളക് പൊടി ഇട്ടോ? മുളക് പൊടി ഇട്ട് കളർ ഇട്ട്. അല്ലാതെ ഇത് നമ്മളെ ഫസ്റ്റ് ദിവസത്തെ കറി പോലെ ആവണ്ട കേട്ടോ. ഇതെന്താന്നറിയോ സംഭവം? ഇത് നമ്മളെ മുളക് പൊടി ഇത് സ്ട്രോങ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുളക് പൊടി സ്ട്രോങ് ആണ്. മതി 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 മതി. ഇതെല്ലാം കൂടി എന്താണെന്ന് അറിയില്ല. റഷ്യന്റെ നൂഡിൽസ് ആണ്, എന്നെ കുറ്റം പറയുന്നത് ആരും. മുളക് പൊടിയുടെ മഞ്ഞപ്പൊടികളൊക്കെ ഇവർ ആദ്യമായിട്ട് കാണുമായിരിക്കും ചിലപ്പോ നൂഡിൽസിൽ. കാരണം എന്താ പറഞ്ഞാൽ ഇത് എന്ത് നൂഡിൽസ് ആണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഹൈദരാബാദ് നൂഡിൽസ് കേട്ടോ. ഹൈദരാബാദ് അല്ല, ഔറംഗാബാദ്. അതന്നെ, ഔറംഗാബാദ് നൂഡിൽസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ നൂഡിൽസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഏത് ഗരം മസാലയോ ഇറച്ചി മസാല? ഇതെല്ലാം കൂടി എന്താവും? തിന്നാൻ പറ്റുമോ? അറിയില്ല. ദേശം ടേസ്റ്റ് വന്നാലും നമ്മൾ തിന്നു, കാരണം ജീവൻ നിലനിർത്തണല്ലോ. ഒന്നും പറയില്ലല്ലോ. അതെ അതെ അതെ, എന്താ ചെയ്യാ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഔറംഗാബാദിലാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു പാലം കണ്ടപ്പോൾ അതിന്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് സിറ്റിന്റെ വ്യൂ ഒക്കെ ഒന്ന് പുറമേ നിന്ന് എടുക്കാൻ എന്ന് കരുതി. അപ്പോൾ നിങ്ങളിലേക്ക് എത്രത്തോളം എത്തുമെന്ന് അറിയില്ല. ലോറികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റിയിലേക്ക് നമ്മൾ ടച്ച് ചെയ്യൂല. ലോകം കാണുന്ന ഒരു വ്യൂ ആണ്. അതെ അതെ, സിറ്റി ഏതാണ്ടൊക്കെ കവർ ചെയ്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ദൂരെ ഔറംഗാബാദ് അല്ലേ? ഞങ്ങള് ദൗലത്താബാദിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ റോഡ് സൈഡ് വലിയൊരു പുളിമരം കണ്ടപ്പോൾ അവിടെ നിർത്തി ഭക്ഷണം കഴിക്കാൻ നോക്കുക കേട്ടോ. യൂസുഫ്ക്കയും റഷീദൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന പരിപാടി തുടങ്ങി. കഴിച്ചില്ല. എവിടുന്നാ? ടേബിൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ടേബിൾ സെറ്റ് ചെയ്താ? പുളിമരത്തിന്റെ വീട്ടിൽ വലിയൊരു പുളിമരാട്ടതാ. അവറുകൾ പുളിമരം യൂസുഫ് പറഞ്ഞ പോലെ. പുളി പൂത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെ കർണാടകയിലൊക്കെ പുളി ആയിട്ടുണ്ട്, ഇവിടെ പുളി പൂത്തില്ല. ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടല്ല, അപ്പുറത്തൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലാട്ടോ. ആ വലിയ മലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ശരിക്കും അറിയില്ല ഭാഷ. ഋഷിയെ, നമ്മൾ ആ മലയിലേക്കാണോ പോണത്?
ആ അതാ എനിക്ക് പറയണ്ടേ, അതാണ് സംഭവം. എനിക്ക് വല്ല ഉറപ്പുണ്ടോ? അതന്നെ, അത് റൗണ്ട് മലയാണല്ലോ. ആ അത് കാണാനാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നാ ഫുഡ് കഴിക്കാൻ നോക്കിയാലോ? ഓക്കെ, കഴിക്കാം. പിന്നെ അച്ചാറില്ലാത്ത എന്ത് ഫുഡാ? ആ ശരി, അവിടെ ഇരിക്കട്ടെ. മൂന്നാക്കും വിളമ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് വയറ് കുറവുള്ള കൊണ്ട് എന്റെ അമ്മ അതാണ് വയറ് കുറവുള്ളതുകൊണ്ട് കുറച്ച് മതി ഇത്. ഇത് ബനിയൻ കംപ്ലൈന്റ് കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ ബനിയൻ മോട്ടറോളോ കമ്പനി, മോട്ടറോളോ ഓയിൽ കമ്പനി നമുക്ക് തന്നാട്ടോ. അപ്പൊ അവര് നമുക്ക് ഒരു 6 തൊപ്പി, കുറെ ബനിയൻ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അനക്ക് ഭാഗത്തുള്ള വണ്ടി ഉണ്ട്. ഓ, സാധനം ബനിയന് തൊപ്പി അങ്ങനെ കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുടിവെള്ളം. പിന്നെ ഒരു കൊട അല്ലെ യൂസുക വേറെ കൊട വന്നിട്ടുണ്ട്. പിന്നെ അവര് നമ്മളെ ഫ്ലാഗ് ഓഫിന് ബത്തേരി വന്നിരുന്നു കേട്ടോ. എറണാകുളത്ത് നിന്ന് വന്നത് അവര് ബത്തേരി. നല്ല സഹകരണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര്. ഇതെന്താ അച്ചാറ്? പിന്നെ ഈ അച്ചാറ് നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മളെ പെങ്ങളുട്ടി കേട്ടോ. അവളെ പേര് ഷഹന മോൾ എന്നാട്ടോ അവളെ പേര്. അപ്പൊ അവള് പ്രത്യേകം പറഞ്ഞിട്ട് വീഡിയോയിൽ പറയണമെന്ന്. നന്ദിയുണ്ട്, നന്ദി. എന്തില് അറിയില്ല, അത് ഒന്ന് ഇളക്കിയില്ലേനോ? എന്ത് കറിയാ ഇത്? അത് രാവിലത്തെ ദാലു കറി. ഞാനൊന്നും ഓട്ടം വളരെ കുറവാട്ടോ. ഇന്ന് വളരെ ഓട്ടം കുറവാണ്. പച്ചക്കറി വാങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങാൻ നിന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ലേറ്റ് ആയി പോയതാ. അപ്പം ഇന്ന് വളരെ യാത്രയിൽ മൂവിങ് തീരല്ല കേട്ടോ. കാരണം ഞങ്ങൾ കർണാടകത്ത് അടിച്ചു വിട്ട് പോകുന്നതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ എത്തിയത്. ഇനി ഞങ്ങൾ എല്ലായിടത്തും കയറുകയാണെങ്കിൽ 6 മാസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു നാട്ടിലെത്തുന്നത്. അപ്പൊ ഞങ്ങൾ പരമാവധി ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ട് ഞങ്ങൾ അടിച്ച് കാശ്മീരിലേക്ക് പോകും. തിരിച്ചു വരുമ്പോഴും പറ്റുന്ന പോലത്തോടെ ഞങ്ങളെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് കയറേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ മെയിൻ റോഡിൽ അതായത് ഔറംഗാബാദിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അത് ടൗണിലേക്ക് പോകണം, ആ പരിസരത്തേക്ക് പോകണം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടോ. നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ വണ്ടി വെച്ചിട്ട് പോയിട്ട് ഞങ്ങള് ബിജാപ്പൂർ പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വണ്ടി വെച്ചിട്ട് ഇനി പുറത്ത് വെച്ചിട്ട് പോകില്ല. വണ്ടി കയറുന്ന സ്ഥലത്ത് മാത്രം പോയിട്ട് ഷൂട്ട് ചെയ്യാം. ഞങ്ങൾ കൺമുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങള് പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കണം. കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ വണ്ടി ഓപ്പൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റേത് വണ്ടി ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ പോയി വരുമ്പോഴത്തേന് അവിടുന്ന് കുട്ടികളൊക്കെ കയറി നമ്മളെ ചില ചില സാധനങ്ങളൊക്കെ എടുത്ത് പോയി. അതെ, ഇതൊന്നും അല്ലല്ലോ നമുക്ക് ദൂരം ഒരുപാട് പോകാണ്ടല്ലോ. അത് മാത്രമല്ല നമുക്കിനി എന്തായാലും കറക്റ്റ് സുപ്പുണ്ടോ, കുറവുണ്ടോ? വേണ്ട, മുളക് ഞാൻ എടുത്തുണ്ട്. ഞാൻ എടുത്തോളാം. ഭക്ഷണം കഴിക്കുമ്പോ വർത്താനം പറയുന്ന പറഞ്ഞ്. അപ്പൊ നമ്മൾ വീഡിയോ കുറച്ച് ചെയ്താലോ? അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടേ പോവാൻ നിൽക്കാണ്. ഭക്ഷണം കഴിച്ചതാ, ഇനി വെള്ളം കൂടി കുടിച്ചാലേ പരിപൂർണ്ണമാണല്ലേ. ഞാൻ രാവിലത്തെ കഞ്ഞിവെള്ളം രസം എടുത്തുന്നു, അത് കുടിച്ച് നല്ല ഉപ്പിട്ടിട്ട്. അപ്പൊ നമ്മളിനി പോണത് എവിടുന്നാ യൂസുക? അതാ ഇവിടെ ഒരു പേര് പറയും, മല കാണാൻ. എന്തോ പേര് അറിയില്ലല്ലോ. ഇങ്ങനെ ദൗലത്ത് നഗർ, ദൗലത്താബാദ്. ദൗലത്താബാദിലേക്ക് ഞങ്ങൾ യാത്ര പോകട്ടോ. അപ്പം ഒരു ഓട്ടോറിക്ഷ സുഹൃത്ത് ഇവിടെ വന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴി നിർത്തി ഒപ്പര് നമ്മൾ ചാനൽ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പര് സുഹൃത്തുക്കൾ പറയാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. കോർട്ടിന് മുൻവശത്തുള്ള ടിക്കറ്റ് കൗണ്ടറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അതിലൊക്കെ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് അറിയില്ല. എന്നാലും നമുക്ക് പരമാവധി കരിങ്കല്ല് പണ്ടത്തെ കാലത്ത് നിർമ്മിതികൾ തന്നെയാണ്. എല്ലാം കരിങ്കൽ കൊണ്ട് തന്നെയാണല്ലോ. നമ്മൾ ബിജാപ്പൂർ പോയപ്പോഴും അവിടെയും ഇതേപോലത്തെ അല്ലേ, ജയിൽ പോലത്തെ സംഭവങ്ങളല്ലേ? അതാണോ സംഭവം?
പീരങ്കി. ഇതൊക്കെ അന്നത്തെ രാജകാലത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളായിരിക്കും. അതാണ് 1 2 3 4 5 ആ ആ ഇതാ അതിന്റെ size ആ. വലിയൊരു ഐറ്റത്തിന്റെ ഫ്രണ്ടിലെ ഭാഗം മാത്രം ഇതാ അവിടെ വേറെ ഒന്നുണ്ട്. ഉണ്ടോ? ഫുൾ കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മിതികൾ തന്നെയാണ്. നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ. നല്ല ഉയരത്തിലാണ് കാര്യങ്ങൾ. പണ്ടൊക്കെ രാജാക്കന്മാർ ഇത് പഠിപ്പിക്കുന്നത്. ഓരോ കല്ലിനും ഓരോ വലുപ്പങ്ങൾ. നിങ്ങൾ നോക്കി നോക്കി എന്ത് വലുപ്പങ്ങളാ. അതേപോലെ ഇവിടെയുണ്ട് കേട്ടോ അവരെ യുദ്ധോപകരണങ്ങൾ. ഇത് അത് വലിയ വലിയ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാ ഇത് വലിയ ആയിരിക്കാം. റബ്ബറുകൾ പീരങ്കിയാട്ടോ. പണ്ട് കാലത്ത് ഒരു ഗേറ്റ്. ഇതാ അതേപോലുള്ള ഒരു സംഭവം ഇവിടെയുണ്ട്. ഇതും ഒരു യുദ്ധോപകരണം തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കയറി വന്ന വഴിയാണ്. ഇരുമ്പോ അനങ്ങൂല, അനക്കിയ അനങ്ങൂല. മജ്ജാതി സാധനല്ലേ. എന്താണ് പീരങ്കിലേ. ഈ കാലത്തൊന്നും നമ്മൾ ജീവിക്കാൻ നന്നായി. അതേപോലെ ഞങ്ങൾ മുകളിലേക്കുള്ള വഴിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ കുറച്ച് ഗുഹകളൊക്കെ. ഇതൊക്കെ റൂമാണോ? അത് താമസിക്കാനുള്ള ഓരോരുത്തർക്ക് എന്തോ സംഭവം അറിയില്ല. പിന്നെ അതായത് ഫുള്ളായിട്ട് അന്ന് മുതലേ ആ ടെക്നിക്ക് എല്ലാവർക്കും അറിയാം. അതാണ് കല്ലാണല്ലോ. കല്ല് തട്ടി കഴിഞ്ഞാൽ പിന്നെ പോരൂല. നല്ല നല്ല ഫിനിഷിങ് വർക്ക്. ഒരുപാടെണ്ണം ഉണ്ട്. ഇതൊക്കെ ശരിക്കും സംരക്ഷിച്ച് കഴിഞ്ഞാൽ വരുന്ന സവർക്കെങ്കിലും പിന്നെ കാഴ്ചകൾ ഒരു നല്ലൊരു മുതൽക്കൂട്ടാ. കാണേണ്ട കാഴ്ച തന്നെ. അവിടെയൊക്കെ മൊത്തം പോയി കണ്ടില്ലേ. അതിന്റെ മോൾ ഭാഗം കണ്ടില്ലേ, മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അതിന് വർഷങ്ങൾ പഴക്കമുണ്ടാവുമല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഓരോ കല്ലിന്റെ വലിപ്പം നോക്കി നിങ്ങള്. വലിയ കല്ലുകൾ അടുക്കി 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 വെച്ച്. പക്ഷെ ഇതിലൊക്കെ എവിടെയൊക്കെ സിമെന്റുകളൊക്കെ കാണുന്നതായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത് ഇളക്കം തട്ടിയ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അതിന്റെ മുകളിലായിരിക്കും. അതാണ് ശരിക്കും മുകളിലേക്ക് പോകാനുള്ള വഴിയാട്ടത്. ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരാനാട്ടോ ഉദ്ദേശിക്കുന്നത്. ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതെ, നിങ്ങൾ കാണുന്നുണ്ടോ അറിയാം. മലന്റെ മുകളിലേക്ക് നോക്കൂ. അവിടെയും വേറെ നിർമ്മിതികളുണ്ട്. ഒരു റൗണ്ട് മലയാട്ടോ മൊത്തം. ഇതിന് മുകളിൽ കയറി വെക്കാം നമുക്ക്. കയറി നോക്കാം. ഇതിലേക്ക് കയറാൻ തടസ്സമൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്തായാലും അയ്യോ നല്ല ഹൈറ്റാട്ടോ. നല്ല ഉയരത്തിലാട്ടോ. നല്ല ഉയരത്തിലാ ഓരോ സ്റ്റെപ്പ്. സ്റ്റെപ്പ് കുറച്ചുണ്ട്. ഇവിടെയും ഒരു ഗ്രൗണ്ട്, ഒരു ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് ആയിരിക്കും ഇത്. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. അതായത് ഓരോ കട്ടിങ് ഉണ്ട്. ചിലപ്പോൾ ഗാലറി ഒക്കെ അതിലങ്ങനെ ഇറങ്ങി വരുന്ന പല പല മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ടാകും. അതേപോലെ ഒരു സംഭവമായിരിക്കും. അത്രേ നമുക്ക് അറിയൂ. അതെ അതെ അതെ. ഇതൊക്കെ സംരക്ഷിച്ചു പോകാല് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. അതെ അതെ അതെ. ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റും. അത്ര. അപ്പോൾ നമ്മള് അടുത്ത ഭാഗം കാണാനെത്തി. ഇത് റഷീദ് ഓരോ കല്ലിന്റെ മുകളിൽ കയറിക്കുന്നുണ്ട്. റഷീദ് മോനെ പാമ്പൊക്കെ ഉണ്ടാവും അവിടെ നോക്കിയപ്പോ. ഇത് സംഗതി ഇവിടെ എന്തോ ഉണ്ടായിരുന്നത് പൊളിഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഡിസൈൻ കല്ലുകൾ കണ്ടോ. ഇത് പൊളിഞ്ഞതാന്ന് തോന്നുന്നു. വർഷങ്ങൾ പഴക്കമുള്ളതുകൊണ്ട്. വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ പഴക്കം തന്നെ പറയണം. അതെ. അത് ഓരോ കല്ലിന്റെ ഒക്കെ വലിപ്പം നോക്കി. എത്ര ആൾക്കാർ കൂടിയിട്ടായിരിക്കും ഇതൊക്കെ പൊന്തിച്ചിട്ടുണ്ടാവും. അതെ, സ്റ്റെപ്പ് കയറിൽ നല്ലൊരു പണിയാട്ടോ. സ്റ്റെപ്പ് കയറിൽ നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മളെ കാരണം കിതക്കുന്ന കേൾക്കുന്നുണ്ടാവും. കിതപ്പ് കേൾക്കുന്നുണ്ടാവും. ഇത് നല്ല ഹൈറ്റുള്ളൊരു സംഭവമാണ്. എത്തിയ നല്ല ഹൈറ്റാ. ഇതിൻ്റെ ഉള്ളിലൊക്കെ സൗണ്ട് ഇട്ടാൽ എക്കോ വരുന്നൊക്കെ പറയുന്നേക്കാം. ഒരു സൗണ്ട് ഇട്ട് നോക്കണോ?
ഉണ്ടോ? നിറച്ച് അണ്ണാൻകുട്ടി ഇവിടെ അണ്ണാൻ. അമ്പട എന്ത് രസം. ഋഷിയേ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. നമ്മളിവിടം വരെ വണ്ടി ഓടിച്ച് വന്നതിന് അതെ 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 ഒന്നും പറയാനില്ല. ഇതൊക്കെ കാണേണ്ട കാണണമെങ്കിൽ സംഭവം തന്നെ വരണം. അല്ലേ? ആ, നമ്മൾ പോകുന്ന വഴിക്കുന്ന കുറച്ച് 10 കിലോമീറ്റർ തിരിച്ച് വന്നാലും അതെ അതെ നല്ലൊരു. ഞങ്ങൾ വഴി തെറ്റിയിട്ട് വേറെ പോയി. ആ, ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വരിയത് 10 കിലോമീറ്റർ. എന്താ സുഖ? ഇതൊന്നുമില്ല, ഒരു ചെറിയ ഭരണിയ, മണ്ണിൻ്റെ അടിയിലേക്കുള്ള ഭരണി. ഇത് കുഴിച്ചിട്ടിരിക്കുന്ന കല്ലാട്ടോ. ആ, കുഴിച്ചിട്ട് ആ കല്ലുകൊണ്ട് ഭരണിയാക്കി കൊത്തിയിട്ട്. ആ, ഇതിന്റെ മേൽക്കൂരൊക്കെ ചിലപ്പോൾ തകർന്നു പോയതായിരിക്കാം. ആ, അതെ. ഓരോ കല്ലുകളൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ഓരോ കൊത്തുപണികൾ എടുത്തിട്ട്. അപ്പൊ ഇനി എത്ര നടക്കാനുണ്ട്? ഇപ്പൊ തന്നെ കാല് കടയാന്ന് പറഞ്ഞാല് അതല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞ ഞാനില്ല മുകളിലേക്ക്. ഉണ്ടോ എന്തോരം കയറാൻ കിടക്കുന്നു നോക്കും. അതാ മുമ്പിലോട് ഇരുന്ന്. ആ, ഇതാണ് സ്ഥിതി. റഷ്യ വെള്ളം എടുക്കാറില്ല നമുക്ക്. വെള്ളം കൈ പിടിക്കായിരുന്നു. എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാവില്ല. ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പണിക്കുള്ള അടിമകളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുന്ന കാലഘട്ടമല്ല എന്നൊക്കെ. എഞ്ചിനീയർമാരും അവരുടേതായ വിദഗ്ധന്മാരില്ലാതെ ഇതൊന്നും നടക്കില്ല. ആ, അങ്ങോട്ടൊക്കെ വഴികളുണ്ട്. എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് അറിയില്ല. നിങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പോകാതെ തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക. കാരണം നമ്മളൊന്നും വീഡിയോഗ്രാഫർമാരൊന്നും അല്ല. കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, കല്ല് പെറുക്കി പെറുക്കി വെച്ചതാണ്. ആ, ഭീമിന് പകരം കല്ല്. ഇത് കല്ലുകൾ അടുക്കി അടുക്കി വെച്ചാണ്. അതൊരു കല്ല്, ഇതൊരു കല്ല്, ഇതൊരു കല്ല്. കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ട് മേൽക്കൂര നിർത്തിയിരിക്കുക. എന്നാലും ആ കല്ലിനൊക്കെ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു AC-യാലെത്തി. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കും. നല്ല കുളിയല്ലേ മുത്തേ, നല്ല കൂളിംഗ് ഉണ്ട്. എന്താ നോക്കുന്നത്. ആ, കയറി വന്ന ക്ഷീണം മാറി. അപ്പം ഇത് ഔറംഗാബാദിലെ ദൗലത്താബാദ് എന്ന സ്ഥലത്തുള്ള ഫോർട്ടാണ്. ആ ഫോർട്ട് കാണാനാണ് ഞങ്ങൾ വന്നത്. ഇത് ഇരുമ്പാത്. ഈ കാലത്തൊക്കെ നമ്മൾ ഇത് ജീവിച്ചിട്ടുണ്ടല്ലോ എത്തിയേ. പണിക്കൊക്കെ പൊന്തിച്ച് വെക്കേണ്ടി വരുമായിരുന്നു. നന്നായി നമ്മള്. അത്രയും വെയിറ്റുള്ള സാധനം അല്ലേ? ആ, ഫുള്ള് ഇരുമ്പാ. എന്താ നോക്കി, എന്താ അതിന്റെ കയ്യിന്റെ ചരിത്ര ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വലിയ കല്ലുകൾ കൊണ്ട്, അതും ആ കല്ല് ഷേപ്പിന് വെട്ടിയെടുത്ത് ഒരു അണ്ണാൻകുഞ്ഞ് അതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഓരോ കല്ലിന്റെ വലിപ്പം നോക്കി നിങ്ങൾ നോക്കി. ഓരോ കല്ലും ആ കല്ലിന് ഷേപ്പാക്കിയിട്ട് വെട്ടിയെടുത്തിരിക്കുക. 2 ആനയെ കണ്ടിട്ടോ. അങ്ങനെ വീണ്ടും അതിന്റെ ഉള്ളിലേക്കുള്ള വാതില്, അടുത്ത കവാടം. ആ, അത് ഉള്ളില് മരാ. ഇരുമ്പിന്റെ ആംഗ്ലാറൊക്കെ വെച്ചിട്ട് കൂർത്ത മൂർച്ചയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ലോഹം കൊണ്ടുള്ള നിർമ്മിതിയാണെന്നാണ് തോന്നുന്നത്. അതിന്റെ മുകളിൽ ആ പ്രാവുകളൊക്കെ താമസിക്കുന്നു. നമ്മൾ ബിജാപൂർ പോയ സമയത്ത് ഇതേപോലെ ഹൈറ്റ് കേട്ടോ. അത്ര ഹൈറ്റ് തോന്നിക്കുന്നില്ല. അത് 100 അടി ആയിട്ടൊക്കെയാണ് അത് പറഞ്ഞത്. വേറൊരു ഭാഗത്തേക്ക് ഞങ്ങൾ കടന്നത് 50 അടി 60 അടി ഒക്കെ ആയിട്ടുണ്ട്. നല്ല ഹൈറ്റ്, അവൻ സെറ്റപ്പ് ആട്ടോ. എന്താ അന്നത്തെ ഡിസൈൻ വർക്കൊക്കെ നോക്കിലെത്തിയ. എന്താ ഡിസൈൻ വർക്ക് നോക്ക്, ഒക്കെ കല്ലിലാണല്ലോ ഉണ്ടാക്കിയത്. മുകളിലേക്ക് വരെ കാണിച്ചരാ. അവിടുത്തെ കൊത്തുപണികളൊക്കെ നോക്കി. അതായത് യൂസുഫ് പണ്ട് നമ്മളെ കഥാപുസ്തകങ്ങളിലൊക്കെ വായിക്കില്ലായിരുന്നോ, രാജാക്കന്മാർ മുകളിൽ നിന്ന് നോക്കുന്ന അങ്ങനത്തെ പോലത്തെ സംഭവങ്ങളാണ് തോന്നുന്നത് അല്ലേ? ബാൽക്കണിന്റെ ബീമൊക്കെ കല്ലാട്ടോ. സിമെന്റിന്റെ ഒരു അംശം പോലും കയറിയിട്ടില്ല. അവിടെയൊക്കെ സിമെന്റ് ഉണ്ട് യൂസുഫ്? അവിടെ സിമെന്റ് ഉണ്ടല്ലോ.
അവിടെ കുറച്ച് ചിലപ്പോൾ പൊളിഞ്ഞ് വീണതോ അങ്ങനെ എന്തായിരിക്കാം. റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം. ഒരു മിനിറ്റ് വെച്ച് അങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ പോലെ പറയും നമ്മൾ ക്യാമറ ഓടിച്ച് കാണിച്ചു. അതെ, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചപ്പോഴുള്ള അവരുടെ ഒരു അന്ന് യന്ത്രങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്ര ഉയരത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും ഒക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടാവും. യുസുക അങ്ങോട്ടൊക്കെ പോണോ? അതെ അതെ അതെ, തീർച്ചയായും. സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ട് നോക്കി വെള്ളക്ക് കളി കിടക്കട്ടോ. അവിടേക്ക് ആ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും നന്നായിട്ട് പൊളിഞ്ഞു. മാത്രമല്ല അതിന്റെ അടക്ക സിമെന്റ് കാര്യങ്ങളൊന്നുമില്ല, കല്ലുകൾ മാത്രം അടുക്കി വെച്ചിട്ട് നല്ല പോര് മുത്ത അതിൻ്റെ അടിയിൽ നിന്ന്. അതാ വേറൊരു പ്രവേശന കവാടത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. ഇതെന്തായാലും ഇതിന്റെ മുകളിൽ മലയിൽ നിന്ന് ഞങ്ങൾ കയറാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഏകദേശം 2 മണിക്കൂറിന്റെ മുകളിൽ നടന്നാലേ മലന്റെ മുകളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് ഞങ്ങളെ വണ്ടി ഓപ്പൺ, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മിനിറ്റ്. ഇതൊക്കെ പകുതി നശിച്ചു കിട്ടും. അതാണ്ടില്ല, ഇവിടെയൊക്കെ പകുതി ഇല്ല. സരസ്വതി ബെൽ അങ്ങനെ എന്താ അറിയില്ല, മനസ്സിലായില്ല എന്താ സംഭവം. ഇവിടെയൊക്കെ എന്തൊക്കെയോ നിർമ്മിതികളുണ്ട്. നമുക്ക് അതായിരിക്കാം. അതേപോലെ അന്ന് കാലത്ത് ഇവിടെ എന്താ സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം മുന്നോട്ട്. എന്താണ് കുളമാണെന്നാണ് തോന്നുന്നത്. വാവ്, താഴേക്ക് നടന്നു പോകുക കേട്ടോ. റഷീദ് പോയി വരുന്നുണ്ടോ? വേണ്ട ഇവിടെ വേണ്ട റഷീദ് വേണ്ട. എടാ മോനെ, എടാ യൂസുഫ് ഒന്ന് പറയും, യൂസുഫ് ഇറങ്ങിപ്പോണ്ടാണ്. ചെക്കന് എല്ലാത്തിനും ആവേശം. വെറുതെ തമാശക്ക് ഞാൻ ചോദിച്ചാ. അടിപൊളി കൊള്ളാട്ടോ. നല്ല ആളുണ്ടാവട്ടോ മോനെ. മതി, അത്ര മതി കയറിപ്പോരെ. എടാ ചെക്ക നോക്കും പോണോക്ക്. ഇതാണ് പറഞ്ഞ കേട്ടാൽ ഞാൻ കൊണ്ടുപോകില്ല ടാരപ്പുര്. ഞാൻ പറഞ്ഞ കേൾക്കണം, എന്നാലേ ഞാൻ കൊണ്ടുപോകുള്ളൂ. നമ്മളെ സുരക്ഷ നമ്മൾ ആദ്യം കയറി വാങ്ങും. അന്നത്തെ കാലത്തെ ഡ്രസ്സിംഗ് റൂമാണോ? പറയാൻ പറ്റില്ല. കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ പോകുന്ന സ്ഥലമായിരിക്കും. ആയിരിക്കാം. ഏതിലെ അതിലെ കയറി വരാൻ വഴി? അതിൽ കയറി വഴിയുണ്ടോ? ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്. ഒരു മിനിറ്റ്. ആ റഷീദ് അതിലേക്ക് കയറിപ്പോയി. മോനെ പാമ്പൊക്കെ ഉണ്ടോ അവിടെ മൊത്തേ? വമ്പ സ്റ്റെപ്പാട്ടോ. നല്ല ആരോഗ്യമുള്ളവർക്ക് കയറി വരാൻ പറ്റുമോ? എന്താ സ്റ്റെപ്പിൻ്റെ കയറ്റ്. എന്തായാലും നല്ലൊരു അത്രയും ലോങ്ങിലൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. അത് കയറി പോകണം, എന്നാലേ അതിന്റെ മലന്റെ മുകളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് വ്യൂ കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. റഷീദ് അവിടെ എത്തിട്ടോ. അതോ ഞാൻ ദൂരെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ആ മലയല്ലേ, ആ മലന്റെ മുകളിലും അവിടേക്കുള്ള വഴികളുണ്ട്. ഏകദേശം 2 മണിക്കൂറിന്റെ മുകളിൽ നടന്ന് വേണം അതിന്റെ മുകളിലെത്താൻ. അപ്പോൾ നമുക്ക് സമയക്കുറവിന്റെ കാരണത്താൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കുറച്ച് ഇവിടെയൊക്കെ നിർമ്മിതികളുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തായാലും നമുക്ക് കവർ ചെയ്യാം. അതെ അതെ,